കീത്തുൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ബർത്ത്ഡേയുടെ അന്ന് അവൾക്ക് സമ്മാനങ്ങളൊന്നും കൊടുക്കാണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ആളെയും കൂട്ടിയിട്ട് ഡ്രസ്സ് മേടിക്കാൻ പോകാമെന്നുള്ളത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മേടിക്കാറാണ് പതിവ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊന്ന് പോവാം കറങ്ങാമെന്നാണ്. പക്ഷേ വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടത് നമ്മൾ നിഖിലിനെ കൂട്ടുപിടിച്ചു. ഒരു അരമുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മളൊരു 2 ജോഡി ചുരിദാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റിച്ച് ചെയ്തിടുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാറുള്ളത് ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിൽ 2 എടുത്തു. അപ്പോഴാണ് ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിളിൻ്റെ ഒരു സെക്ഷൻ നമ്മുടെ തൃപ്പ്യാർ കണ്ടത്. അതും മേടിച്ച് നേരെ ഞങ്ങൾ വൈമാളിക്ക് പോയി. അപ്പോഴാണ് ഭയങ്കര വിശപ്പ്. എന്നാൽ പിന്നെ KFC ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബർഗറും കുറച്ച് KFC ചിക്കനും ഒക്കെ അടിച്ച് കയറ്റിട്ടോ. എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് മട്ടിക്കാണ്ട് ഞങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് മട്ടിക്കും. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിച്ചു. ഉണ്ണികൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ടിഫിൻ ലഞ്ചിനൊക്കെ വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു കൗണ്ടറുണ്ട്, അച്ചാറിൻ്റെയും ഉപ്പിലിട്ടതിൻ്റെ ഒക്കെ കൗണ്ടർ. ഉണക്കച്ചെമ്മീൻ അച്ചാറുണ്ടായിരുന്നു കേട്ടോ, അത് മേടിച്ചു. പിന്നെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മുടെ പാറുമോൾക്ക് 1-2 ഡ്രസ്സ് മേടിക്കുന്നത് വെച്ചപ്പോഴാണ് നമ്മുടെ ഒരു കുട്ടി ഫാൻ ഇങ്ങനെ നമ്മളെ കണ്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടത്. കണ്ടപ്പോൾ പാറിനേക്കാൾ ഒരു പൊടി പൊക്കമുള്ളൂ എന്ന് തോന്നി. ഇപ്പോൾ പാൻറ് എടുത്ത് വെച്ചിരുന്നത് കറക്റ്റാണോ നോക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, ആ കുട്ടീനെ ഞങ്ങൾ പറഞ്ഞയച്ചു. പിള്ളേർ സ്കൂൾ 3:30 വിടും. നമ്മളിവിടെ നിന്ന് 3 മണിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. നേരെ സ്കൂളിലേക്ക് പടച്ചു വിട്ടു. പിള്ളേരെ എടുത്ത് നേരെ ഇനി വീട്ടിലോട്ടാണ്. ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള അങ്ങ് വിട്ട്